എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ജയനും അജയനും ദേവേനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജയനാണെങ്കിലും അജയനാണെങ്കിലും ദേവേനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ദേവേനയ്ക്ക് ഒട്ടും കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആദർശ് തന്നോട് വലിയ തെറ്റ് ചെയ്തു. അതുകൊണ്ട് തനിക്ക് അവന് ഇനി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവൻ തെളിയിക്കണം, ചന്തുമോള് അവന്റെ കുട്ടിയില്ല എന്ന് തെളിയിക്കണം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, എന്താ ദേവേനെ നീ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നുമല്ലേ, ഒരു കൊച്ചു കുട്ടിയല്ലേ, അതിന്റെ പ്രായമെങ്കിലും കണക്കിനെടുത്ത് നീ അതിനോട് ദേഷ്യമൊന്നും ഭാവിക്കില്ലെന്ന് പറയാണ്. നയനമോള് കണ്ടില്ലേ, ആദർശിന്റെ ഭാര്യയായിട്ട് പോലും ആ കുഞ്ഞിനെ സ്വന്തം മോളായിട്ടല്ല കരുതി സ്നേഹിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേന് പറഞ്ഞു, നയനയ്ക്ക് അങ്ങനെ സാധിക്കുമായിരിക്കും, അത് അവളുടെ വിശാല മനസ്കത. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കില്ല. കാരണം എന്താണെന്നറിയാവോ, ഞാൻ ആഗ്രഹിക്കുന്ന ആദർശിന്റെ നയനയുടെ ഒരു കുഞ്ഞിനെയാണ്. എനിക്ക് അവിടെ രണ്ടുപേരുടെ ഒരു കുഞ്ഞിനെയാണ് വേണ്ടത്. അല്ലാതെ എങ്ങോട്ടോ വലിഞ്ഞു കയറി വന്ന ഒരു കുഞ്ഞിനെയല്ല. ആദർശിന്റെ അഭിഹിത സന്തതിയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനും സാധിക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത് ദേവേനെ, ഒരു കൊച്ചു കുട്ടിയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്താണ്. പക്ഷെ പറഞ്ഞു പോവാണ്, എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നേ ആദർശിന്റെ നയനയുടെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാ. അത് ജയേട്ടൻ അറിയാലോ എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കുഞ്ഞു കയറുമെന്ന് എനിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. നയനയ്ക്ക് അംഗീകരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് ദേവേനെ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജയനോട് ജയൻ പറഞ്ഞു, ഇനിയിപ്പോ ഏട്ടത്തിയുടെ മനസ്സ് പെട്ടെന്ന് മാറുമെന്ന് തോന്നില്ല. അങ്ങനെ മാറണമെങ്കിൽ ഇനിയിപ്പോ ആ കുഞ്ഞ് ആദർശിന്റെ അല്ലെന്ന് തിരിച്ചറിയണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, എന്താ ചെയ്യുന്നേ? ഇനിയിപ്പോ ആ പെങ്കൊച്ചാണ് മരിക്കാനും കിടക്കുക. അതാണ് അവള് സത്യാവസ്ഥ പറയാൻ പോകുന്നില്ല. എങ്ങനെ സത്യം തിരിച്ചറിയുമെന്ന് ഓർത്തിട്ടാ. ഇനിയിപ്പം ദൈവമായിട്ട് വിചാരിക്കണം എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ എന്നൊക്കെ പറയാണ്. ഈ സമയം അജയൻ പറഞ്ഞു, അല്ല ഒരു DNA ടെസ്റ്റ് എടുത്ത് നോക്കി അറിയാലോ എന്റെ സത്യാവസ്ഥ എന്താന്ന് എന്ന് ചോദിക്കുകയാണ്. ജയൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷേ എങ്കിൽ അതിനൊക്കെ അച്ഛൻ സമ്മതിക്കണ്ടേ? അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നേ. അച്ഛനാണെങ്കിലോ കൂടുതലായിട്ടൊന്നും പറയണില്ല എന്ന് പറയാ. അച്ഛനൊരു തീരുമാനം എടുത്താ അച്ഛൻ വെറുതെ എന്താണെങ്കിലും ഒരിക്കലും ഒരു തീരുമാനം എടുക്കാറില്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അജയൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അച്ഛനൊരു തീരുമാനം എടുത്തിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ചന്തുമോളെ. അപ്പൊ പിന്നെ നമുക്കും എതിർപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. ഈ സമയത്ത് എനിക്ക് ആ പാട് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ആദർശേട്ടന്റെ കുഞ്ഞായിരിക്കില്ല ചന്തുമോള്. അങ്ങനെ താൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ആരോ ആദർശേട്ടൻ മനഃപൂർവ്വം പൂട്ടിയിരിക്കുക. അത് ആരെ എന്താണെന്നൊന്നും അറിയത്തില്ല. ഈ വീട്ടിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഭിയേട്ടൻ മാത്രമായിരിക്കും തെറ്റ് ചെയ്യുന്ന ആള്. ആദർശേട്ടൻ നേരെ പോകുന്ന സ്വഭാവക്കാരനാണ്. അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എനിക്കാണ് നല്ല വിഷമം ഉണ്ടായിരുന്നു. അനി നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. മുത്തശ്ശന്റെ അടുത്ത് എന്നിട്ട് മുത്തശ്ശനോട് പറഞ്ഞു, മുത്തശ്ശ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറയാണ്ടെന്ന് പറയാം. നിനക്ക് എന്താടാ പറയാനുള്ളതെന്ന് ചോദിക്കാം. അനാമയെ കുറിച്ച് മറ്റാണോന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ എനിക്ക് അനാമയെ കുറിച്ചല്ല മുത്തശ്ശ പറയാനുള്ളേ, ആദർശനെ കുറിച്ചാന്ന് പറയാണ്. ആദർശനെ ഈ കുടുംബത്തിൽ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുക. എന്തിനേറെ പറയുന്നു, വല്യമ്മ വരെ തെറ്റിദ്ധരിച്ചിരിക്കുക. സ്വന്തം മകനെ ഇതുവരെയായിട്ട് വല്യമ്മയ്ക്ക് പോലും വിശ്വാസം വന്നിട്ടില്ലെന്ന് പറയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു, അല്ല നിനക്ക് എങ്ങനെയാന്ന് ചോദിക്കണം. എനിക്ക് ആദർശന്റെ വിശ്വാസമാണ്. ഇതേ എന്നെക്കാളും കൂടുതലായിട്ട് വിശ്വാസമുണ്ട്. ആദർശന് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു, അല്ല നിനക്ക് അത്ര ബോധ്യമുണ്ടല്ലോ അല്ലെ? അല്ല നിന്റെ വല്യമ്മയ്ക്ക് പോലും അവനെ അത്രയ്ക്ക് പിടുത്തമില്ലാന്ന് പറയണ. വല്യമ്മ പോലും അവിശ്വസിച്ചിരിക്കുക എന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം അനി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷെ മുത്തശ്ശ ഒരു കാര്യമുണ്ട്, എനിക്കറിയാം അങ്ങനെ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ പാത്രമുള്ള ആളല്ല ആദർശേട്ടന്. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ തുറന്ന് സമ്മതിക്കാനും മടിയില്ല. അത് മാത്രമല്ല നയനേടത്തിയോട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനും പോകുന്നില്ല എന്ന് പറയണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ആദർശേട്ടന് തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞേനോ. പക്ഷെ ആ തെറ്റുകളൊന്നും ഏറ്റു പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കത് ഉറപ്പുള്ള കാര്യമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണ് നീ ഇനി അതിനെക്കുറിച്ച് ആദർശയോട് ചോദിക്കാൻ പോവരുത്. എല്ലാരും കൂടെ ചോദിച്ച് അവനെ ഒരു വശത്താക്കി വെച്ചേക്കുക. ഇനി നിങ്ങളായിട്ട് അവനോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോവരുതെന്ന് പറയാണ്. അനി പറഞ്ഞില്ല മുത്തശ്ശ, ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. എനിക്കറിയാം എന്റെ ആദർശാണ് തെറ്റൊന്നും ചെയ്യാത്തടത്തോളം കാലം എനിക്ക് ആദർശാണ് വിസ്തരിക്കാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ചോദിക്കാനും പോകുന്നില്ലെന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് പോവാ. പിന്നീട് ആദർശ് ജ്വല്ലറിൽ ഇങ്ങനെ ഇരിക്കണ സമയത്ത് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. നയനെ പറഞ്ഞു, എന്താ ആദർശേട്ടാ? ആദർശേണ്ണ ആലോചിച്ചോണ്ടിരിക്കണം എന്ന് ചോദിക്കാം. ഒന്നുമില്ല, എനിക്കറിയാം ആദർശേണ്ണ മനസ്സിൽ ഇപ്പം നല്ല ടെൻഷൻ ഉണ്ടല്ലേ എന്ന് ചോദിക്കാണ്. ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറയാണ്. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഇതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും അതിന്റെ സത്യാവസ്ഥ നമുക്ക് പുറത്തു കൊണ്ടുവരാന്ന് പറയാണ്.
എത്രയൊക്കെയാന്ന് പറഞ്ഞാലും എനിക്ക് ആ കുട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴെന്നല്ല, ഇനി ആ കുട്ടി ആദർശേണ്ട അല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയിപ്പോ അത് ആരുടെ കുട്ടിയാന്ന് അറിഞ്ഞാൽ പോലും എനിക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടിപ്പോ ആദർശ് പറഞ്ഞു, ശരിയായിരിക്കും, നിനക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എനിക്കെന്തോ എനിക്ക് ആ കുട്ടിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ എന്റേതല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം എനിക്ക് സ്നേഹിക്കാൻ പറ്റിയിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് ആദർശേട്ടൻ കുറച്ചാൾ കഴിയുമ്പോ കുഞ്ഞിനെ നന്നായിട്ട് സ്നേഹിക്കും. കണ്ടു, ഇപ്പോഴത്തെ ഈ ആദർശേട്ടന്റെ സ്വഭാവമൊക്കെ മാറിയിട്ട് ആദർശേട്ടൻ അതിനെ സ്നേഹിക്കുന്ന കാഴ്ചയും കാണും. ആദർശേട്ടൻ മാത്രമല്ല, അമ്മയെ അതിനെ സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അല്ല എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല നയനാന്ന് പറയാ. ഇല്ല ആദർശേട്ടാ, എനിക്ക് ഉറപ്പുണ്ട്. DNA ടെസ്റ്റിന്റെ ഫലം ഒന്ന് വന്നോട്ടെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആദർശേണ്ട കുട്ടിയല്ല, പക്ഷെ ഇവിടുത്തരുണ്ടല്ലോ അബി എന്ന് പറയുന്നതിന്, അവന്റെ ആണെങ്കിൽ ഇത് ഞാനങ്ങനെ വെറുതെ വിടാനും പോകുന്നില്ല. ഇത്ര വലിയ കള്ളത്തരമൊക്കെ കാണിച്ച് അമ്മ മുങ്ങി നടക്കുമല്ലേ, അപ്പൊ അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം. കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ DNA ടെസ്റ്റിന്റെ ഫലം വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറയാണ് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. ഈ സമയത്ത് നയനയുടെ ഫോണിലേക്ക് നവ്യ വിളിക്കുന്നുണ്ട്. നവ്യ വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. നയന അങ്ങും ഇങ്ങും ഇല്ലാതെ കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷേങ്കില് നവ്യ പിന്നീട് ആ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇങ്ങനെ ഞാനൊരു കാര്യം കേട്ടല്ലോ, ആദർശേണ്ട കുഞ്ഞാണ് ചന്തു എന്നൊക്കെ ഉള്ളത്, നിനക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുന്ന നയനെ? നീ എന്തിനാ പിന്നെ അവിടെ പിടിച്ചിരിക്കുന്നത്? നീ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്, നീ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ആ കുഞ്ഞിനെ നീ അതിന്റെ സ്വന്തം മോളെ പോലെ നോക്കുവാന്നൊക്കെ കേട്ടല്ലോ, സത്യമാണെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടിന് നയന പറഞ്ഞു, എന്തേ നവ്യടുത്ത് അത് വിശ്വസിക്കുന്നുണ്ട് ആദർശേണ്ട കുഞ്ഞാന്ന്? ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല എന്ന് പറയണം. അത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്താ ആദർശേണ്ട അതിനെ എന്റെ കുഞ്ഞല്ല എന്നൊന്നും പറയാതിരിക്കുന്ന എന്താന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പം നയന പറഞ്ഞു, ആദർശേണ്ട അത് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അല്ല, സത്യം എപ്പോഴാണേലും പുറത്തു വരും, ആ സമയത്തിന് എല്ലാരും വിശ്വസിച്ചാൽ മതി എന്ന് പറയാണ്. എന്താണെങ്കിലും ഇതിന്റെ പേരിൽ ഞാൻ ആദർശേണ്ട ഇട്ടിട്ട് ആ വീട്ടിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. എനിക്ക് അങ്ങോട്ടേക്ക് വരാനും പറ്റില്ല എന്ന് പറയണം. ആ സമയം അബി എന്ത് ചെയ്യുവാണ്, അനഘയുടെ വീട്ടിലേക്ക് വീണ്ടും ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും അനഘ പഴയപടി തന്നെയാണ് വീണ്ടും കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അബിക്ക് അവിടെ ചെന്ന് ഒന്ന് കണ്ടുറപ്പിച്ചിട്ട് ഒരു സമാധാനം വരത്തില്ല. ഇനി എങ്ങാനും അവളെങ്ങനെ അബദ്ധപ്പെട്ടെങ്ങാനും ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലോ, അത് അബിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ പഴയ പോലെ തന്നെയാണ് വീണ്ടും അനഘ കിടക്കുന്നത്. ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞിട്ട് പോയത് പറഞ്ഞാൽ എനിക്ക് ഇനിയും പറയാനുള്ളേ, എങ്ങാനും നിന്റെ നാവ് പൊന്തിയാണ്ടല്ലോ പിന്നെ ഒരിക്കലും ആ നാവ് ചലിക്കില്ല. അതിനുള്ള ആൾക്കാരൊക്കെ പുറത്തുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന, ഇനി എനിക്ക് അത് തന്നെ പറയാനുള്ളത് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഹോം നേഴ്സ് വന്നിട്ട് സാറ് വന്നോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവരോട് പറഞ്ഞു, അതെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവർ പറഞ്ഞു, അതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂർത്തി സാറിനെ അറിയിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മൂർത്തി സാറ് പറഞ്ഞിട്ടുണ്ട് വേറെ നല്ലൊരു ഡോക്ടറെ ഒന്നുകൂടെ വേണേ കാണിച്ചു നോക്കാം, കൺസൾട്ട് ചെയ്ത് നോക്കാന്നൊക്കെ. ഇത് കേട്ട് അബി പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഇനി ഇവളങ്ങനെ എണീറ്റ് നടക്കുന്നൊരു പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം ഈ അസുഖമല്ലേ, അവളുടെ ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഏത് നിമിഷം എന്ത് വെള്ളം സംഭവിക്കാം. ഇനി എത്ര നാളെന്ന് വെച്ചാൽ അവളിങ്ങനെ കിടക്കുന്നത്. എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് ദൈവം അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കിടപ്പ് കിടക്കണ്ടല്ലോ എന്നൊക്കെ പറയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അബി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഹോം നേഴ്സ് അനഘയോടായിട്ട് പറയാം, എന്നാലും ഇതെന്തൊരു ചെറുപ്പക്കാരനല്ലേ, എനിക്കിത് വന്നപ്പോ തൊട്ട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നാലും മോൾക്ക് ഇത്തിരി ജീവനുണ്ട്, ആ ജീവൻ എത്രയും പെട്ടെന്ന് പോവാനാണല്ലോ ഇയാള് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയാണ്. അനഘയുടെ കണ്ണ് നിറഞ്ഞൊഴുക്ക്. ഇതല്ലാതെ അനഘ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും അനഘയ്ക്ക് മറുപടിയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഉള്ളില് എല്ലാം ഉണ്ട്, നല്ല ബോധമുണ്ട്, ഉള്ളിലെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അബിക്കെതിരെ പറയണമെന്നുണ്ട്. പക്ഷെ നാവ് ചലിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണല്ലോ ആ കിടക്കണേ. തന്റെ മോളെ ഒന്ന് കാണണമെന്നെങ്കിലും ഉണ്ട്. എങ്ങനെയെങ്കിലും തനിക്ക് തന്റെ മോളെ ഒന്ന് കാണണം എന്ന ആഗ്രഹം മനസ്സിലേക്ക് വരുവാണ്. ഈ സമയത്ത് ചന്തമോൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ചന്തമോളുടെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ദേവേനയാണെങ്കിൽ ഇങ്ങനെ ഒരു അവഗണന കാണിച്ചു കഴിയുമ്പോൾ പിന്നീട് ചന്തമോള് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നയനെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, എന്താ വിഷമിക്കണൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് പറയണം. അങ്ങനെ 2-3 വട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്കും ഭയങ്കര വിഷമായി. പിന്നീട് നയന മുത്തശ്ശന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ ചന്തമോൾക്ക് അവളുടെ അമ്മേനെ കാണണമെന്ന് പറയുന്നുണ്ട്, എന്നാ മുത്തശ്ശ ഒന്ന് കൊണ്ട് കാണിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ മുത്തശ്ശൻ പറഞ്ഞു, അല്ല ആ കിടക്കുന്ന കിടപ്പില് മോളെ കൊണ്ട് കാണിക്കേണ്ട കാര്യമുണ്ടോ, പാവം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, ഒരു പക്ഷെ അവർക്കും കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ ഒരു ദിവസം ഒന്ന് കാണിക്കണ്ടേ മുത്തശ്ശാന്ന് ചോദിക്കാണ്. ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കൊണ്ട് കാണിക്കുക. ചിലപ്പോ ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടോന്ന് അറിയത്തില്ല, ഉള്ളിൽ ബോധം ഉണ്ടല്ലോ, തിരിച്ചു പറയാനൊന്നും പറ്റത്തില്ലെന്നല്ലേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ നയന അവസാനം അനഘയുടെ അടുത്തേക്ക് ചന്തുമോളം കൊണ്ട് പോകാനായിട്ട് ഒരുങ്ങുവാണ്. കാരണം അനയനെ ഒന്ന് കാണുകയും ചെയ്യാം.
അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും എന്നൊരു ചിന്ത നയനയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.